யோகன்னான் 6:63 ക്രിസ്തു യേശു അരുളി ചെയ്യുന്ന ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ആമേൻ. ഞാൻ സംസാരിച്ച വചനം ജീവനാകുന്നു. The words that I have spoken, Jesus Christ says, is life. நான் உங்களுக்கு சொல்லும் வசனம் ജീവനായിരിക്കുന്നത്. കർത്താവായ ഞാൻ നിങ്ങളോട് അരുളി ചെയ്ത വചനം ജീവനാകുന്നു. The word of God is nothing but life. ഒരു ബാലന്റെ കയ്യിൽ ഉണ്ടായിരുന്ന 5 യവത്തപ്പം യോഹന്നാൻ 6-ാം അധ്യായത്തിൽ യേശു വാഴ്ത്തി. യേശു വാഴ്ത്തിയപ്പോൾ യേശു വാഴ്ത്തി ആ അപ്പം കൂടിയിരുന്ന ആളുകൾക്ക് കൊടുത്തപ്പോൾ കണക്കിലടങ്ങ ആളുകൾ. നമ്മുടെ അറിവിന് വേണ്ടി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന പുരുഷന്മാർ മാത്രം 5000 പേർ, കണക്കിലടങ്ങ പെരും തിരൾ കൂട്ടം തിന്ന് തൃപ്തരായി. The Bible says they were filled. അവർക്ക് തൃപ്തിയായി, വയറ് നിറഞ്ഞ്. സാധാരണമായി മനുഷ്യർക്കൊരു സ്വഭാവമുണ്ട്, വയറ് നിറഞ്ഞാൽ അല്പം ഉഷാർ വരും. ഇവർക്കൊരു ഉഷാറായി, മനുഷ്യർ ഉഷാറായി. യോഹന്നാൻ 6:15 ആ ഉഷാറിൽ ഇങ്ങനെ പ്രസ്താവിച്ച്, കം ലെറ്റ് us make this gentleman as our king. നമുക്ക് ഈ ക്രിസ്തുവിനെ രാജാവാക്കാം, നമുക്ക് ഇവനെ പിടിച്ച് രാജാവാക്കാം എന്ന് ഭാവിച്ചു. കർത്താവ് അവരുടെ മുമ്പിൽ നിന്ന് ഒഴുകി പോയി അപ്രത്യക്ഷമായി. എൻ്റെ രാജ്യം ഐഹികമല്ല. ആമേൻ. ഞാൻ ഇവിടെ ഒരു കിങ് ആകുവാൻ വന്നവനല്ല. എൻ്റെ രാജ്യം ഐഹികമല്ല. യോഹന്നാൻ 6-ാം അധ്യായം 57-58 വചനങ്ങളിൽ കർത്താവ് അവിടെ ഉള്ളിന് തുളയ്ക്കുന്ന ജീവന്റെ വചനം പ്രസ്താവിക്കുന്ന, ഈ അപ്പം തിന്നുന്നവൻ മരിക്കും, എന്നെ തിന്നുന്നവൻ മരിക്കുകയില്ല. ആമേൻ. ലളിതമായി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. യോഹന്നാൻ 6:57-58 വചനങ്ങളിൽ മന്ന തിന്ന് നമ്മുടെ പിതാക്കന്മാർ പോലും മരിച്ചു, എന്നെ തിന്നുന്നവൻ, ക്രിസ്തുവിനെ തിന്നുന്നവൻ, എന്നാൽ എൻ്റെ വചനം തിന്നുന്നവൻ. ആമേൻ. ക്രിസ്തുവിൻ്റെ വചനം അനുസരിക്കുന്നവൻ, അനുസരണം ലഭിക്കുന്ന ജീവൻ, ക്രിസ്തുവിൻ്റെ വചന അനുസരണം മുഖാന്തരം ലഭിക്കുന്ന നിത്യജീവനെ കുറിച്ചാണ്. മന്ന തിന്ന് പിതാക്കന്മാർ പോലും മരിച്ചു, കർത്താവായ
ജീവന്റെ വചനമായ എന്നെ തിന്നുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. യോഹന്നാൻ 14:9, യോഹന്നാൻ 11:25, റോമർക്ക് എഴുതിയ ലേഖനം 6:23. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ഏവനാകലും അവൻ മരിച്ചാലും ജീവിക്കും. വിശ്വസിക്കുന്ന ആളുകൾ ഇങ്ങനെ ഇരുന്നാൽ പോരാ. ആമേൻ. പാപത്തിൻ്റെ ശമ്പളം മരണം. പിതാവാം ദൈവത്തിൻ്റെ കൃപാവരമോ വരദാനമോ പിതാവിൻ്റെ ദാനമോ ക്രിസ്തുവിൽ നിത്യജീവൻ. പോരാ. ആമേൻ. പാപത്തിൻ്റെ ശമ്പളം മരണം. പിതാവാം ദൈവത്തിൻ്റെ ദാനമോ അവൻ നമുക്ക് തന്ന ദാനമോ റോമർ 6:23 ക്രിസ്തുവിൽ നിത്യജീവൻ. കർത്താവ് അരുളി ചെയ്യുന്ന താൻ മുഖാന്തരമല്ലാതെ ഒരുവനും പിതാവിൻ്റെ അടുക്കൽ എത്തിച്ചേരുന്നില്ല. ആമേൻ. അതാണ് കർത്താവ് സൂചന നൽകിയത്. അപ്പം തിന്നുന്നവൻ ചാകും, ജീവ അപ്പമായ എന്നെ തിന്നുന്നവൻ ഒരു നാളും ചാവുകയില്ല. കാരണം ഞാൻ തന്നെ വചനം, വചനം ജീവനാകുന്ന. ഹല്ലേലൂയ. ഇത് കേട്ടപ്പോൾ കൂടുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. യോഹന്നാൻ 6:41 സ്വന്ത ജാതി ജനം പിറുപിറുത്ത്. യോഹന്നാൻ 6:41 Jews murmured. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന യഹൂദന്മാർ പിറുപിറുത്ത് കൂടി നിന്ന ശിഷ്യന്മാരോ ഇത് കഠിന വാക്ക്. It is something too hard. Who can bear it? ഇത് കഠിന വാക്ക്. അവർ കർത്താവിനെ വിട്ടിട്ട് ഓടി. യേശു ഏകനായി. അങ്ങനെയാണല്ലോ ലോകം. ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന 10 കുഷ്ഠരോഗികൾക്ക് രോഗസൗഖ്യം കിട്ടി, അത്ഭുത സൗഖ്യം. പക്ഷേ കർത്താവിൻ്റെ നാമത്തിലുള്ള രക്ഷയ്ക്കായി വന്നത് ഒരേ ഒരുവൻ. രോഗസൗഖ്യത്തിന് വന്ന് ഞെരുക്കിയത് 10 കുഷ്ഠരോഗികൾ. മടങ്ങി വന്ന് കർത്താവിൻ്റെ രക്ഷയ്ക്കായി വന്നത് ഒരേ ഒരുവൻ. യേശുവിൻ്റെ രോഗസൗഖ്യം പ്രാപിപ്പാൻ മർക്കോസ് സുവിശേഷം 2-ാം അധ്യായം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന വീട്ടിൻ്റെ വാതിൽ വരെ ആൾക്കൂട്ടം. പക്ഷെ കർത്താവിൻ്റെ ക്രൂസിൽ കിടന്നപ്പോൾ ക്രൂസിൻ്റെ ചുവട്ടിൽ 2 പേർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 19:25 അമ്മ മറിയം, മഗ്ദലക്കാരത്തി മറിയം. 2 ആളുകൾ ക്രൂസിൻ്റെ ചുവട്ടിൽ. ഇവിടെയും പുരുഷന്മാർ മാത്രം 5000, സ്ത്രീകളും കുട്ടികൾക്കും കണക്കില്ല. എല്ലാവരുടെയും വയറ് നിറഞ്ഞ് കർത്താവിൻ്റെ ജീവൻ്റെ വചനം യേശു കർത്താവ് പ്രസ്താവിച്ചപ്പോൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു എല്ലാവരും, ശിഷ്യന്മാർ പോലും വിട്ടു ഓടി. They fled Jesus. ജീവൻ്റെ വചനം അവർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല, അവർ വിട്ടോടി. അപ്പോൾ ഇന്നർ സർക്കിളിൽ 12 ആളുകൾ പത്രോസയും കൂട്ടി അവിടെ മുഖം നോക്കി കർത്താവ് പറയും, നിങ്ങൾക്ക് വേണമെങ്കിലും പോകാം. യോഹന്നാൻ 6:68 അപ്പോഴാണ് പത്രോസ് ലീഹ ധൈര്യത്തോട് പ്രസ്താവിക്കുന്ന, ഞങ്ങൾക്ക് വേറെ എവിടെ ഉണ്ട് ഗതി? ഞങ്ങൾ വേറെ എവിടെ പോകും? കാരണം
യോഹന്നാൻ 6:68 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന നിത്യ ജീവന്റെ വാക്കുകൾ, വചനങ്ങൾ കർത്താവേ അങ്ങയുടെ അടുക്കലുണ്ട്. ആമേൻ, ഹല്ലേലൂയ. The words of life. നിങ്ങൾ ഇവിടെ ഇരുന്ന് കേൾക്കുന്നത് ഒരു പ്രസംഗിയുടെ പ്രസംഗമല്ല. നോ നോ, സ്വർഗം തന്നെ നിങ്ങളോട് സംസാരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിൽ ജീവൻ ഉണ്ട്. കാരണം വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ഈ ദൈവവചനം നിങ്ങളുടെയും എൻ്റെയും പ്ലാൻ, ദൈവത്തിൻ്റെ പദ്ധതി. ഇത് നിറച്ച് നമ്മെക്കുറിച്ചുള്ള പദ്ധതികളാണ്, നമ്മെക്കുറിച്ചുള്ള ചരിത്രമാണ്. പ്ലാൻ ആൻഡ് ഹിസ്റ്ററി. ജെരമ്യ പ്രവാചകൻ ഒന്നുകൂടെ സ്പഷ്ടമാക്കി എഴുതുന്നു 29:11 നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചുമുള്ള സ്വർഗത്തിലെ ദേവാദി ദൈവത്തിൻ്റെ മനസ്സിലെ നിരൂപണം. ആമേൻ, ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ വളരെ സൗന്ദര്യമായി എഴുതുന്നു 139:16 നിയമിക്കപ്പെട്ട നാളുകളിൽ, അത് അണ്ടർലൈൻ ചെയ്ത് വായിക്കണം. നിയമിക്കപ്പെട്ട നാളുകളിൽ ഞാൻ ഒന്നുമില്ലാതിരുന്നപ്പോൾ, ആമേൻ, ഹല്ലേലൂയ. When I was unformed substance, അമ്മയുടെ കരുവിൽ, അമ്മയുടെ ഗർഭത്തിൽ നിയമിക്കപ്പെട്ട നാളുകളിൽ സങ്കീർത്തനക്കാരൻ എഴുതുന്നു, ഞാൻ ഒന്നുമില്ലാതിരുന്നപ്പോൾ എൻ്റെ ദൈവം അവയെല്ലാം, എന്നെക്കുറിച്ചുള്ള നിരൂപണമെല്ലാം ദൈവം തൻ്റെ പുസ്തകത്തിൽ എഴുതി. അതാണ് വചനം. ആമേൻ. ഞാൻ അമ്മയുടെ ഗർഭത്തിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ, അൺഫോംഡ് സബ്സ്റ്റൻസ്, വെറും ശൂന്യമായിരുന്നപ്പോൾ, ഇവൻ എന്താകും, എന്ന് ജനിക്കും, എന്താകും, എവിടേക്ക് സഞ്ചരിക്കും, എന്ന് മരിക്കും, എന്തെല്ലാം പ്രവർത്തിക്കുമെന്നുള്ള എൻ്റെ പ്ലാൻ, എന്നെക്കുറിച്ചുള്ള പ്ലാൻ, എന്നെക്കുറിച്ചുള്ള ചരിത്രം, എന്നെക്കുറിച്ചുള്ള ദേവാദി ദൈവത്തിൻ്റെ നിരൂപണം ഞാൻ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവൻ എഴുതി, തൻ്റെ പുസ്തകത്തിൽ എഴുതി. ആമേൻ. ആകയാൽ ഈ തിരുവെഴുത്തിന് ജീവൻ ഉണ്ട്. രണ്ടാമത്, ഈ തിരുവെഴുത്തിൻ്റെ പ്രത്യേകത വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന യോഹന്നാൻ 5:39 യേശു കർത്താവ് അരുളി ചെയ്യുന്ന ഈ തിരുവെഴുത്ത് എൻ്റെ സാക്ഷ്യം. ആമേൻ, ഹല്ലേലൂയ. ഈ വചനം ജീവനാണ്. കാരണം ഓരോ മനുഷ്യന്റെയും ദൈവത്തിൻ്റെ നിരൂപണം. നിന്റെ ജീവിതത്തിൻ്റെ ഒരു അധ്യായം തുടങ്ങും മുമ്പ് ദൈവം നിനക്കൊരു അധ്യായം എഴുതി. ഹല്ലേലൂയ. രണ്ടാമത് കർത്താവ് അരുളി ചെയ്യുന്ന ഇത് എൻ്റെ സാക്ഷ്യം, ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം. ഉൽപ്പത്തി 3:15 സർപ്പത്തിൻ്റെ തല തകർക്കുന്ന സ്ത്രീയുടെ സന്താനം, അത് ഒരു സാക്ഷ്യം. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 28:12 സ്വർഗത്തോളം എത്തി നിൽക്കുന്ന യാക്കോബ് സ്വപ്നത്തിൽ കണ്ട ഏണി, അത് ഒരു സാക്ഷ്യം, ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം. ബിലയാം പ്രവാചകൻ ആത്മനിറവിൽ ഒരു വിഷൻ കാണുന്നു. സംഖ്യ 24:17 I see a star is coming out of Jacob. യാക്കോബിന്റെ ഗോത്രത്തിൽ നിന്ന് ഒരു ഉദയ നക്ഷത്രം ഉദിച്ചു വരുന്നത് ഞാൻ കാണുന്നു. അത്
ക്രിസ്തുവിനെ കുറിച്ചുള്ള തിരുവെഴുത്തിലെ ഒരു സാക്ഷ്യം. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 34-35 ഉയരത്തിൽ നിന്ന് പറഞ്ഞു വന്ന ഒരു കല്ല്. The Bible says the stone untouched by human hand. ജോസഫ് പിതാവിൻ്റെ സത്യയാൽ ലഭിച്ച കല്ലല്ല. ബൈബിൾ ചന്തമായി നമ്മെ പഠിപ്പിക്കുന്ന ആത്മാവിൻ്റെ ബലത്താൽ ഗർഭം ധരിക്കപ്പെട്ട കല്ല്, മനുഷ്യൻ്റെ കൈപെടാത്ത കല്ല് ഇറങ്ങി വന്ന് 4 സാമ്രാജ്യങ്ങളുടെ അവസാന സാമ്രാജ്യം റോമ സാമ്രാജ്യം ഇരുമ്പും കളിമണ്ണും ചേർന്ന കലർപ്പിന് തകർത്ത് ആ കല്ല് ദാനിയേൽ പ്രവചനം 2:34-35 വലുതായി 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 മഹാപർവതമായി. ഇത് ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം. ആമേൻ, ഹല്ലേലൂയ. തിരുവെഴുത്ത് എന്നെക്കുറിച്ചുള്ള സാക്ഷ്യം നിന്നെക്കുറിച്ചുള്ള പിതാവാം ദൈവത്തിൻ്റെ മനസ്സിലെ നിരൂപണം ആകയാൽ ഇതിൽ ജീവൻ ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന പിതാവാം ദൈവം തന്നെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം. മത്തായി സുവിശേഷം 17 ആദ്യ പാരഗ്രാഫിന് അവസാന ലൈനിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഇവൻ പത്രോസേ, നീ 3 കുടിലടിക്കാൻ ഒരുങ്ങിയല്ലോ. 1 മോശയ്ക്ക്, 1 പത്രോസിന്, 1 ദൈവപുത്രന്. അല്ല അല്ല, നീ അടിക്കേണ്ടത് ഒറ്റ കുടിൽ മാത്രം. ഇവൻ, ഈ പുത്രൻ മോശയല്ല, പ്രവാചകന്മാരിൽ ഒരുവനല്ല, എലീജ അല്ല, എലീഷ അല്ല, ജോസഫും മറിയമും ജെരമിയും നെഗേമിയാവും അല്ലവേ അല്ല. ഇവൻ ക്രിസ്തു യേശു എന്നുള്ള എൻ്റെ ഏകജാതൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതാണ് കർത്താവ് അരുളി ചെയ്യുന്നത്. ഇത് എൻ്റെ സാക്ഷ്യത്തിൻ്റെ പുസ്തകം. ഈ തിരുവെഴുത്തിൽ ജീവൻ ഉണ്ട്. ആമേൻ. നിന്നെ ജ്ഞാനിയാക്കുന്ന തിരുവെഴുത്ത്. മനസ്സിലായവർ കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തണം. 2 തിമോത്തിയോസ് 3-ാം അധ്യായം 15-ാം വചനത്തിൽ തൻ്റെ ആത്മീയ ശിഷ്യൻ തിമോത്തിയോസിനോട് കർത്താവ് കൽപ്പിക്കുന്നു, മകനെ, ഈ തിരുവെഴുത്ത് നിന്നെ ജ്ഞാനിയാക്കുന്ന തിരുവെഴുത്ത്. എന്തിൻ്റെ ജ്ഞാനി? രക്ഷയ്ക്കായുള്ള ജ്ഞാനി, നിത്യ രക്ഷയ്ക്കായി നിന്നെ ജ്ഞാനിയാക്കുന്ന തിരുവെഴുത്ത്. 2 തിമോത്തിയോസ് 3:15 ക്രിസ്തു യേശുവിൽ ഉള്ള വിശ്വാസത്താൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ നിത്യ രക്ഷയ്ക്കായി നിന്നെ ജ്ഞാനിയാക്കുന്ന തിരുവെഴുത്ത്. ഈ തിരുവെഴുത്തിൽ ജീവൻ ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ.